പുല്ലുവഴി ജയകേരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മുൻ എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച അത്യാധുനിക ടോയ്ലറ്റ് സമുച്ചയം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു മുന്നേറ്റമാകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി നിർവഹിച്ചു. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കരുത്ത് നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കൾ മാത്രമേ നമ്മുടെ സമ്പത്തുള്ളൂ. നമ്മളെ വഴിയെത്തിക്കുന്നവർ മോശപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ലൈബ്രറിയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് കാലം മുന്നോട്ട് പോകാനാണ്. ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ മാതൃകയുണ്ടാക്കി അതിനനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ മുൻ എംഎൽഎ അല്ല, പക്ഷെ എന്നാൽ പോലും ഈ സ്കൂളിൽ വിളിച്ച് ഈ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഇനാഗ്രേഷന് അവസരം നൽകിയെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അതിനാദരവായി ഞാൻ കണക്കാക്കി. ഞാൻ ശാരദ പറഞ്ഞു, ഉദ്ഘാടനം വേണ്ട, കുട്ടികൾ ഉപയോഗിച്ചു പോട്ടെ, പ്രത്യേകം മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ വളരെ നിർബന്ധമാണ് മാനവെന്നുള്ളത്. ഈ വിദ്യാലയം എന്ന് പറയുന്നത് എനിക്ക് തൊട്ട് വീടിനോട് ഏറ്റവും ചേർന്നുള്ള വിദ്യാലയമാണ്. പ്രത്യേക പാരമ്പര്യമുള്ള, നിങ്ങൾ എവിടെ പോയാലും ലോകത്തിന് എവിടെ പോയാലും ജയകേരളം എന്ന് പറയുന്നത്, ജയകേരളത്തെ പറ്റി അറിയാത്ത കേരളത്തിലെ മലയാളികാരില്ല. അത്രയും വലിയ സമ്പന്നമായ വിദ്യാലയമാണ്. PTA പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളി സാർ ഇപ്പോൾ നിർവഹിച്ചു. സാർ എംഎൽഎ ആയിരുന്നപ്പോൾ അനുവദിച്ച എംഎൽഎ ഫണ്ടിൽ നിന്നും പണിത ടോയ്ലറ്റാണ്. നമുക്ക് ഈ ടോയ്ലറ്റ് സമ്മാനിച്ച എൽദോസ് കുന്നപ്പിള്ളി സാറിനുള്ള സ്നേഹവും ബഹുമാനവും ഈ അവസരത്തിൽ പ്രത്യേകമായി മാനേജർ ഇൻചാർജ് ശാരദ മോഹൻ, പ്രിൻസിപ്പൽ സുമിത ബിന്ദു, ഹെഡ് മിസ്ട്രസ് സ്മിത താരു എന്നിവർ ആശംസകൾ നേർന്നു. എന്നോടൊക്കെ പറയാറുണ്ട്, ഞാൻ സ്കൂളിലേക്ക് വരുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ എംഎൽഎ എൽദോസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പലരോടും പറയുന്നുണ്ട്, ഞാനാണ് സ്കൂളിൽ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന്. അതുപോലെയുള്ള ഒരു സ്നേഹവും ഒരു സഹോദര തുല്യനുമായ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ ആണ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി. 10 വർഷം നമ്മളോടൊപ്പം നമ്മുടെ തൊട്ടടുത്ത് എംഎൽഎ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള എംഎൽഎയും ഒരു പൗരക്കാരൻ തന്നെയാണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിക്കാം. എന്നാലും എൽദോസ് കുന്നപ്പിള്ളിയെ ഇനിയാണെങ്കിലും എംഎൽഎ ആയിട്ട് ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ, അതുപോലെ നമുക്ക് വിളിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട എംഎൽഎ ഉദ്ഘാടനം നടത്തി എന്നോട് പറഞ്ഞതാണ്, സ്കൂൾ തുറക്കുമ്പോഴേ അല്ലെങ്കിൽ അതിനു മുമ്പ് ആ സമയം തന്നെ നിങ്ങൾ തുറന്നോളൂ, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം എംഎൽഎ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണം. ഈ ഫണ്ട് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അത് എംഎൽഎ മനസ്സ് വെച്ച് നമുക്ക് തന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 10 വർഷം നമ്മുടെ എംഎൽഎ ആയി, പ്രിയപ്പെട്ട പെരുമ്പാവൂരിന്റെ എംഎൽഎ ആയി പ്രവർത്തിച്ചപ്പോൾ ജയകേരള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കമ്പ്യൂട്ടറായും ഇതുപോലെ ശൗചാലയമായും ഒക്കെ പലപ്പോഴും അദ്ദേഹം തന്ന സംഭാവനകൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. ജയകേരളം എന്നും അദ്ദേഹത്തോട് അതിന് കടപ്പെട്ടിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ, കടപ്പെട്ടിരിക്കുന്നു. ഇനിയും മുൻ എംഎൽഎ ആയാൽ പോലും ഞങ്ങൾ അദ്ദേഹത്തെ വളരെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മുൻ എംഎൽഎ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്കാവുന്നതുപോലെയുള്ള സഹകരണം തരണമേ എന്ന ഇത്തരണത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വാർഡ് മെമ്പർമാരായ ഐസക് മാത്യു, NC തോമസ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.